പത്തനംതിട്ടയിലെ കാട്ടാന ആക്രമണം. കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ചെമ്പരത്തിമൂട് സ്വദേശി മഞ്ജീഷ്, സുഹൃത്ത് രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആനയെ തുരത്താനുള്ള ശ്രമത്തിനിടയിലാണ് തനിക്കെതിരെ ആക്രമണം ഉണ്ടായതെന്ന് മഞ്ജീഷ് പറഞ്ഞു. അദ്ദേഹം അതിന്റെ പ്രതികരണം കേൾക്കാം. ഒപ്പം മിഥുൻ മുരളിയോട് ചേർന്നിട്ട്. ഒരടി പുറത്ത് കിട്ടി, പിന്നെ പുറത്ത് ചവിട്ടുകയും ചെയ്തു. ആ ചവിട്ട് അതിൻ്റെ മുമ്പിലെ കാല് ഇടിഞ്ഞുകൊണ്ടാണ് എനിക്ക് ആ ചവിട്ട് ശരിക്കും കിട്ടാഞ്ഞത്. പിന്നെ നടുവിന് ചെറിയൊരു പൊട്ടലുണ്ട്, അത്രേ ഉള്ളൂ. ഒരു രണ്ടാം ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ കാണുന്നുണ്ട് മുമ്പോട്ട് പോയവരെല്ലാം തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടില്ലെന്ന് പറയുമ്പോൾ ലൈറ്റ് അടിച്ചപ്പോഴാണ് ആന മാറിയത്. അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞ് രണ്ടാമത് ഇടിക്കാൻ വന്നായിരുന്നു. അപ്പോഴത്തേക്കും ഫോറസ്റ്റുകാരും അവരെല്ലാവരും വന്നു. ഫോറസ്റ്റ് പെട്ടെന്നെടുത്ത് കൊണ്ടുവരുന്നു ഇങ്ങോട്ട്. പക്ഷെ നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ ഭയങ്കര ശല്യമാണ്. 5-6 വർഷമായിട്ട് ഇപ്പോൾ ആനയുടെ ശല്യം. ഞങ്ങളുടെ ഒളികല്ല് ബൗണ്ടറി ചെമ്പരത്തിമൂട് ഭാഗത്താണ് ഇപ്പം. ഒളികല്ല് ചെമ്പരത്തിമൂട്, പിന്നെ ഇപ്പം ബൗണ്ടറി ടൗണിലോട്ട് വരുവാണ് ആന. ജനവാസ മേഖലയിലോട്ടാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വടശ്ശേരിക്കര ബൗണ്ടറി ഭാഗത്തൊക്കെ കാട്ടാന ശല്യം അടുത്ത കാലത്ത് വളരെ രൂക്ഷമാണ്. കഴിഞ്ഞിടയിലാണ് തേക്കുതോടിന് സമീപം ഒരു മത്സ്യബന്ധനത്തിന് പോയ, നദിയിൽ മീൻ പിടിക്കാൻ പോയ ഒരാളെ കാട്ടാന കുത്തിക്കൊന്നത്. അങ്ങനെ പത്തനംതിട്ടയുടെ വിവിധ മേഖലകളിൽ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. എന്താണ് ഇപ്പോൾ ഇവർ പറയുന്ന വിവരങ്ങൾ? ഉമേഷ്, നിരവധി തവണ പരാതികൾ നൽകി. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് കാട്ടാന ശല്യം രൂക്ഷമാണ്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നു. ബൗണ്ടറി ഭാഗത്തുള്ള നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലേക്കൊക്കെ, നഗര സ്വഭാവമുള്ള ഭാഗങ്ങളിലേക്ക് വരെ ആന ഇറങ്ങി വരുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ കാര്യത്തിൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. വനം വകുപ്പിനെയും മറ്റ് അധികൃതരെയും എല്ലാം സ്ഥിരമായി അറിയിച്ചതാണ്. ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയാണ് ചെമ്പരത്തിമൂട് സ്വദേശിയായ ഈ മജേഷിന് ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ നാട്ടുകാർ ചേർന്ന് ഈ ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാനയെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി. ശ്രമങ്ങളുടെ ഭാഗമായി പടക്കം പൊട്ടിച്ചു. ഈ സമയത്ത് ആന ആൾക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞെടുത്തു. പരിഭ്രാന്തനായിട്ട് മജേഷ് ഓടിമാറി. മജേഷിനെ പിന്തുടർന്നെത്തിയ ആന കുഴിയിൽ വീണ മജേഷിനെ തുമ്പിക്കൈ കൊണ്ടും ഒപ്പം തന്നെ കാലുകൊണ്ടും ചവിട്ടി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. മജേഷിന്റെ നടുവിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ഒപ്പം തന്നെ കൈക്കും പൊട്ടലേറ്റിട്ടുണ്ട്. തുമ്പിക്കൈ കൊണ്ട് കഴുത്തിന്റെ ഭാഗത്ത് വീശി, ഒപ്പം കാല് പൊക്കി തൊഴിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തി. ഭാഗ്യത്തിനാണ് ഇദ്ദേഹം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടതെന്ന് അദ്ദേഹം നമ്മളോട് കുറച്ചു മുമ്പേ പ്രതികരിച്ചു. ഒപ്പം തന്നെ മജേഷിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് രാജേഷിനും പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തിനും കൈക്കാണ് പൊട്ടലേറ്റിരിക്കുന്നത്. മജേഷ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഈ പ്രദേശവാസികളുടെ എല്ലാം നിരന്തരമായിട്ടുള്ള അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം, ഈ വന്യമൃഗങ്ങൾ ഈ ഭാഗങ്ങളിലേക്ക്, പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളിലേക്ക്, ചെമ്പരത്തിമൂട്, RK മണ്ണ, ബൗണ്ടറി തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ നിരന്തരം വന്യമൃഗങ്ങളുടെ ഭീഷണി ഉണ്ടാകുന്നു. വന്യമൃഗങ്ങൾ കാടിറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. തണ്ടിത്തോട് ഭാഗത്ത് വ്യാപകമായിട്ട് കൃഷിനാശം വരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള നടപടി വനം വകുപ്പിന്റെയും ഒപ്പം തന്നെ മറ്റ് അധികൃതരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അത് ഉണ്ടാകാത്ത ഒരു കാര്യത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവർ ഇപ്പോൾ പങ്കുവെക്കുന്നതും ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഉമേഷ്.